സാബു മാൻ എന്നുള്ളത് സാബു നാരദൻ എന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ നിവിൻ. സാബുവിൻ്റെ കള്ളത്തരങ്ങൾ വലിച്ചു കീറിതാ ഭിത്തിയിലൊട്ടിച്ച് തേഞ്ഞിരിക്കുന്ന രംഗങ്ങളാണ് കേട്ടോ ലൈവിൽ കാണുന്നത്. സാബു പറയുന്നതാണോ സത്യം അതോ നിവിൻ പറയുന്നതാണോ സത്യം? സത്യം എന്താണെങ്കിലും വീട്ടിലാകെ ചർച്ചയായിരിക്കുകയാണ്. സാബു ഉണ്ടാക്കിയെടുത്ത ഇമേജ് എല്ലാം ഇപ്പോഴിതാ നിവിൻ ഒരു നിമിഷം കൊണ്ട് വലിച്ചു കയറിയിരിക്കുകയാണ് കേട്ടോ. അത്തരത്തിലാണ് ലൈവ് പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അല്പസമയം മുമ്പ് നെവിനും ആദിലയും നൂറയും അനുമോളും സാബുമാനും തമ്മിൽ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അക്ബർ അവിടെ ഫുഡുമായിട്ടൊക്കെ വരുന്നത്. അതിനു മുമ്പ് ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി. അനുമോളെയും അനീഷിനെയൊക്കെ കുറിച്ച് ചില കുറ്റങ്ങളൊക്കെ സാബുമാൻ കഴിഞ്ഞ ദിവസം നിവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രേ. നിങ്ങളുടെ ഗ്രൂപ്പ് എല്ലാം പൊട്ടിപ്പാളീസായി, ഇപ്പോൾ വലിയ ഗ്രൂപ്പ് ഇവിടെ ഫോം ആയിട്ടുണ്ട്, ആ ഗ്രൂപ്പിനെ പൊളിച്ചെടുക്കണം എന്ന് സാബുമാൻ പറഞ്ഞത്രേ. അപ്പം സാബു പറയുന്നത് വലിയ ഗ്രൂപ്പ് ഫോം ആയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പൊളിച്ചെടുക്കണം എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലെന്ന്. എന്നാൽ നിവിൻ എന്ത് പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല. നിവിൻ പറയുന്നത് ഇല്ല പറഞ്ഞിട്ടുണ്ടെന്ന്. അവസാനം സാബുമാനും തന്നെ ഡൗട്ടായി, ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന്. മനസ്സിലുള്ള കാര്യമാണെന്ന് സാബുമാൻ പറയുണ്ടായി, പുറത്ത് പറയാൻ സാധ്യതയില്ലെന്ന്. അപ്പോൾ മനസ്സിലുള്ള കാര്യമാകുമ്പോൾ ഒരുപക്ഷെ അറിയാതെ പറഞ്ഞു പോയതായിരിക്കാം. ഇവൻ ഭീഷണിയൊക്കെ പെടുന്നുണ്ട്, നീ സമ്മതിക്കുന്നു അല്ലെങ്കിൽ വീഡിയോ കാണിക്കണമെന്ന്. എന്തായാലും നിവിൻ്റെ അടുത്തൊന്നും സാബുമാനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് കേട്ടോ. നിവിൻ വലിച്ച് കീറി ഭിത്തിയിൽ ഒട്ടിച്ച് സാബുമാനെ ആകെ ഇപ്പോൾ പുകഞ്ഞിരിക്കുകയാണ് കേട്ടോ. ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ലൈവ് പോകുന്നത്. ആ സമയത്ത് അനുമോളും പറയുന്നുണ്ട്, എനിക്കും തോന്നി സാബുമാൻ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. പൊതുവേ സാബുമാൻ ഇപ്പോൾ നല്ല ഇമേജാണെന്ന് ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതായത് ഇതേപോലെ സൈലൻ്റായിട്ട് വലിയ കേടുപാടുകളില്ലാതെ നിന്നിട്ടുണ്ടെങ്കിൽ ടോപ്പ് 5-ലെത്താം, ഒരുപക്ഷെ ടോപ്പ് 2 ആവാനും സാധ്യതയുണ്ട്. കഴിഞ്ഞ സീസൺ അതിന് ഉദാഹരണമാണ്. അതേ സ്ട്രാറ്റജിയുമായിട്ടാണോ സാബുമാൻ എത്തിയിരിക്കുന്നത് എന്നൊരു ഡൗട്ട് ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ സാബുമാനെതിരെ ഒരു അവസരം കിട്ടിയപ്പോൾ എല്ലാവരും അത് ഏറ്റുപിടിച്ച് ഇപ്പോഴിതാ സാബുമാനെ വലിച്ച് താഴിടാനുള്ള ശ്രമത്തിലാണ് നടത്തുന്നത്. നമുക്ക് നോക്കാം ഇത് എത്രത്തോളം പറ്റുന്നു. സാബുമാൻ ആകെ ദേഷ്യം വന്നിരിക്കുകയാണ്, ഒരു ട്രിഗറായിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ എഫക്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് ഇന്നത്തെ ലൈവിൽ അറിയാം. യഥാർത്ഥ സാബുമാൻ്റെ മുഖം അല്പസമയത്തിനുള്ളിൽ തന്നെ പുറത്തു വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലുണ്ടാവും കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.